Hello guys, welcome to my YouTube channel and welcome to my ഉത്രാടം ഡേ വ്ളോഗ്. ഉത്രാട പാച്ചലിനായിട്ടുള്ള കരുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഊണിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാറ്റർഡേ ആയിരുന്നു ഇപ്രാവശ്യത്തെ ഉത്രാടം. അപ്പം ഞാൻ പുറത്ത് വന്ന്, അതായത് മടിവാളയാണ് വന്നത് മുത്തശ്ശീസിലോട്ട്. മടിവാള വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള പർച്ചേസിനും കുറച്ച് എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മടിവാള വന്നത്. ഇവിടെ വന്നിട്ട് ഒരു ഊണും പിന്നെ ഒരു മീൻ വറുത്തുമാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഫേവറേറ്റ് കോംബോ ആണ്. അതുപോലെ തന്നെ മുത്തശ്ശീസിലെ ഊണ് അടിപൊളിയാണ് കേട്ടോ. ഈ മീനിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുള്ളു പോലും കളയാണ്ട് ഫുള്ള് കടിച്ച് വലിച്ച് കഴിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റിലോ കേട്ടോ. കാരണം അധികം ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ല ഈ മീൻ തലയൊന്നും. പക്ഷെ ഞാനതൊക്കെ ഫുള്ള് അതിൻ്റെ കണ്ണും എല്ലാം കഴിക്കുന്ന ഒരാളാണ്. ചിലരെങ്കിലൊക്കെ അത് വിയേർഡായിട്ട് പറയാറുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഊണൊക്കെ കഴിച്ചിട്ട് നമ്മളിനി കായ വറുത്തതും ശർക്കരപ്പുരിയും കിട്ടാൻ വേണ്ടിയിട്ട് മുത്തശ്ശീസിലോട്ട് പോവാണ്. പഴയ മുത്തശ്ശീസിലോട്ട്. ഞാൻ ഫുഡ് കഴിച്ചത് പുതിയ മുത്തശ്ശീസിലോട്ടാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ല. ഞാൻ എന്താ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് പഴയ മുത്തശ്ശീസ്. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടിയില്ല. പക്ഷെ നമുക്ക് കിട്ടി. എവിടെ നിന്നാണെന്നറിയോ? അടികൂടിയുള്ള കേരള മാർക്കറ്റിൽ നിന്ന്. പക്ഷെ അവിടെ നിന്ന് ഞാൻ പച്ചക്കറി ഒന്നും വാങ്ങിയില്ല. കാരണം അതിനേക്കാൾ അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലം എനിക്കറിയാമായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ വാങ്ങിയത്. ഇവിടെ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. എനിക്ക് ഈ സദ്യേനെ പറ്റി വലിയ പിടിയൊന്നുമില്ല. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചിട്ടൊക്കെയാണ് ഞാൻ റെസിപ്പീസൊക്കെ കറക്റ്റാക്കിയത്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള പല ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ട് എനിക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ചില സാധനങ്ങൾ എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുണ്ടായില്ല. കാരണം എൻ്റെ വീട്ടിലധികം സദ്യ അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ രീതിയിൽ ഇഷ്ടമുള്ളതൊക്കെയാണ്, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രീതിയിലൊന്നല്ല ഉണ്ടാക്കാറ്. സോ ഇതെനിക്കൊരു ഫൺ ആക്ടിവിറ്റി ആയിരുന്നു. കാരണം ഞാൻ 2-3 ദിവസം തന്നെ മുമ്പ് തന്നെ റെസിപ്പീസ് കണ്ടുപിടിക്കുക, അതിൻ്റെ ലിസ്റ്റ് ഇടുക, അതിൻ്റെ സാധനങ്ങളെ പറ്റി പ്ലാൻ ചെയ്യലൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞാൻ കടയിൽ വന്ന് കാണിച്ചു കൊടുത്തപ്പോൾ ചില സാധനങ്ങളൊന്നും എനിക്ക് കണ്ടിട്ട് മനസ്സിലാവണം കൂടി ഉണ്ടായിരുന്നില്ല. ബട്ട് ഇറ്റ് വാസ് ഫൺ. ഒരു ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു ചെല്ലാണ്. ഇപ്പം തന്നെ ഒരു 3 മണി 4 മണി ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് ടാസ്കൊക്കെ ബാക്കിയുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് മൈലാഞ്ചി ഇടാൻ ആഗ്രഹം വന്നപ്പോൾ 5 മിനിറ്റ് കൊണ്ടും 10 മിനിറ്റ് കൊണ്ടൊക്കെ ആവുന്ന മൈലാഞ്ചി ഇല്ലേ, അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നൈറ്റായി ബാക്കിയുള്ള ടാസ്കൊക്കെ പിടിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ബ്ലൗസ് വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 2-3 കറികൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് എളുപ്പമാവുമല്ലോ എന്ന്. അങ്ങനെ ഞാനൊരു മാങ്ങാച്ചാറ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ മധുരവും പുളിയും ഉപ്പും മുളകെല്ലാം എരിവൊക്കെ വരുന്ന കറികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ എൻ്റെ ഇഷ്ടമുള്ള ഒരു വിഭവമാണ് മാമ്പഴ പുളിശ്ശേരി. പക്ഷേ അത് സദ്യക്ക് ഉണ്ടാക്കില്ല എന്ന് കേട്ടത് കൊണ്ട് ഞാൻ പൈനാപ്പിൾ പച്ചടിയിൽ ഒതുക്കി. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് കാളനാണ് കേട്ടോ. അതും എൻ്റെ ഫേവറേറ്റ് ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാമെന്നുള്ളൂ. ഇഷ്ടമാണ്, പക്ഷെ ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ വേറെ ബീട്രൂട്ട് പച്ചടിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സമയം കിട്ടിയില്ല. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി. അപ്പം ഞാൻ വിചാരിച്ചു ബാക്കിയൊക്കെ നാളെ ആവാമെന്ന്. പിന്നെ ഈ ഉത്രാടപ്പാച്ചിലിൽ എനിക്ക് കുറച്ച് ടാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ ഫേസ് പാക്കും കൂടിയും അന്ന് നൈറ്റ് ഇട്ടിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഉത്രാടം ഡേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.